ടെസ്റ്റിംഗ് ഹലോ. ഇന്ന് എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ആണ്. ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ മൈ ഫസ്റ്റ് നൈറ്റ് ഷിഫ്റ്റ്. ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ ഹായ്. അവർക്ക് വേണ്ടിയാട്ടോ ഞാൻ പറയുന്നത്. ഞാനിവിടെ ടൊറൻറ്റോയിലാണ്. ഇവിടെ ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കും. അപ്പോൾ എൻ്റെ ഫൈനൽ ഇയറിലാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഫൈനൽ ഇയർ കൺസോളിഡേഷന് എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് 12:30 ഹോസ്പിറ്റലിന് മുന്നേ ഒരു സ്റ്റോപ്പും കൂടിയുണ്ട്. എൻ്റെ ഷിഫ്റ്റ് തുടങ്ങുന്നത് at 7 ടുഡേ 7 PM. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം അവരുടെ വീട്ടിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടുന്ന് ഷിഫ്റ്റിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞായിരുന്നു ഈ നൈറ്റ് ഷിഫ്റ്റിന് പോകുമ്പോൾ മുടേഞ്ഞ വിശപ്പാണ്, അതുകൊണ്ട് ഞാൻ കുറേ സാധനം തിന്നാനെടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല എന്താ വിശപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്താണെങ്കിലും തിന്നാൻ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓൺ ഷൂസ്. വീട് മൊത്തം മെസ്സായി കിടക്കുന്നുണ്ട്. ഒരു നല്ല ഫ്രെയിമിന് വേണ്ടിയാണ് ഞാൻ ഈ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് 1 മണിക്കൂറുണ്ട്. നമ്മളിപ്പോഴും ലേറ്റാണ്. 1:30 ആകുമ്പോൾ നമ്മളവിടെ ചെല്ലാമെന്നാണ് പറഞ്ഞത്. സ്റ്റിൽ റണ്ണിങ് ലേറ്റ്. നൈറ്റ് ഷിഫ്റ്റ് ഓരോ യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറയുന്നത് ഞാൻ കേട്ടു. ഞാനാണെങ്കിൽ എനിക്ക് ആക്ച്വലി എൻ്റെ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റിൽ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇമെയിലൊക്കെ അയച്ച് റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചതാണ്. ക്യാൻ ഐ എക്സ്പീരിയൻസ് ദാറ്റ് എന്നൊക്കെ ചോദിച്ച് മേടിച്ചത്. അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. ആക്ച്വലി ഞങ്ങൾ ഈ ആഴ്ച ഒരു ട്രിപ്പ് എല്ലാ ഫ്രണ്ട്സും കൂടെ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നേ. ആ പ്ലാൻ അങ്ങ് ക്യാൻസലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് എൻ്റെ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് നേരത്തെ തീർത്തുകൂടാ. അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ആയിരുന്നു. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചോദിച്ച് മേടിക്കാമെന്ന്. സോ ഐ ഹാവ് ടു ഗോ. ഓക്കെ, അപ്പോൾ സമയം പോയി. നമുക്കിനി വേഗം ഇറങ്ങിയില്ലെങ്കിൽ പണി പാളും. ഓർഡിനറിയുടെ ഈ ലിബാം ഉണ്ടല്ലോ, ഇത് ഞാൻ വിൻ്റർ സമയത്ത് എപ്പോഴും യൂസ് ചെയ്യുന്ന ലിബാമാണ്. ഈ ചുണ്ട് പൊട്ടുന്നതിന് നല്ല അടിപൊളി സാധനം ഇത് ലിബാം. ഐ ആം ടേക്കിംഗ് എ ഹെയർ ബൺ എക്സ്ട്രാ ഇൻ കേസ് നമുക്ക് ഇടയ്ക്ക് പ്രാന്ത് പിടിക്കുവാണെങ്കിൽ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഉറക്കമാണ് എൻ്റെ മെയിൻ, എൻ്റെ എല്ലാം. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് അങ്ങനെ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പ്രാന്ത് പിടിക്കുവാണെങ്കിൽ ഇടാൻ വേണ്ടി ഒരു ഹെയർ ബൺ എടുക്കാം. നീഡ് മൈ കളർ പെൻ, പിന്നെ എൻ്റെ ID കാർഡ്. ലെറ്റ്സ് പാക്ക്. എല്ലാ സാധനങ്ങളും ID കാർഡ് സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്തിട്ടു. ഹാൻഡ് ക്രീമുണ്ട്, വെള്ളം എടുക്കണം, മൈ സ്റ്റെതസ്കോപ്പ് ഉണ്ട്. ആ കളി അടച്ചു. അപ്പം നമ്മുടെ ഓട്സ് ഇത് അർജുൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എടുത്ത് ഫ്രിഡ്ജ് വെക്കണം, അല്ലെങ്കിൽ ചീത്തയായി പോകും വൈകുന്നേരം ആകുമ്പോഴേക്കും. അന്ന് അർജുൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാം. അവർ ഫ്രണ്ട് കം റൺ വിത്ത് അർജുൻ. അർജുൻ നല്ല ബീഫ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആകെ ഒരു സാൻഡ്വിച്ചാണ് ഫുഡിന് എടുക്കുന്നത്. ഒന്ന് പിടിക്കോ, ഞാൻ എൻ്റെ ഒന്ന് ഫുൾ ലുക്ക് കാണിച്ചോട്ടെ. ഒന്ന് യെസ്, ദിസ് ഈസ് മൈ ഫുൾ ഔട്ട്ഫിറ്റ്. ചൂട് ബാക്കോട്ട് വെക്കോ. ഹൗ ഇസ് ദിസ്? പോകാം. ഈ വീട്ടിലെ നിയമം ആരാണോ പാസഞ്ചർ സീറ്റിലിരിക്കുന്നത് അവരാണ് പെട്രോൾ അടിക്കുന്നത്. അപ്പം ഇന്ന് എൻ്റെ ടേൺ. അതുപോലെ ഈ ഡൗൺ ടൗണിൽ പോകാൻ നേരത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ CN ടവറിൻ്റെ മൂട്ടിൽ കൂടെ പോകുന്ന റോഡ്. CN ടവറിനെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സ്കൈയിൽ മാത്രമായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. അർജുൻ്റെ വീട്ടിലെത്തിയപ്പം ഇതോ സർപ്രൈസ്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ. അയ്യോ 4 വർഷം. ആ മുറിച്ച കേക്ക് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി ഗിവ് അവേ നടത്തുന്നുണ്ട്. ഒരു കപ്പ് കപ്പ ബിരിയാണി. അർജുൻ്റെ പ്രോ ഐറ്റമാണ് ഈ കപ്പ ബിരിയാണി. നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നതിന് മുന്നേ കപ്പ ബിരിയാണി എല്ലാം കഴിച്ച് വയറ് ഫുള്ളാക്കിയാൽ ഒട്ടും വിശക്കത്തില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കയറ്റുന്നുണ്ട്. നല്ല അടിപൊളി കപ്പ ബിരിയാണി ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഹൈറ്റ് ലേശം പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. എന്നാലും എനിക്ക് അർജുൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആ മേലെ നിന്നുള്ള വ്യൂ കാണാൻ അടിപൊളിയായിട്ട് ഇഷ്ടമാണ്. മാളുവിൻ്റെ അർജുൻ്റെയും കൊണ്ടുപോയൊരു തിയേറ്റർ ഉണ്ട്. അപ്പം നമ്മളവിടെ ഞങ്ങൾ എല്ലാവരുടെയും കലാവിരുതികൾ ആസ്വദിക്കുകയായിരുന്നു. ഫസ്റ്റ് നമ്മുടെ ടെസ്റ്റിംഗ് ഹലോ. ഇവർ PGക്ക് പഠിക്കാൻ നേരത്തെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി. അപ്പോൾ ഇതിനകത്തെ നായകൻ, ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ എല്ലാവരും ഇപ്പം ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഞങ്ങളതെല്ലാം ഒന്നുകൂടെ കാണുക. ഡയറക്ടർ നിജു അബ്രഹാം. ഇത് അർജുൻ്റെ വീട്ടിലെ ഫോസ്റ്റർ പട്ടിയാണ്.
അർജുൻ്റെ വീട്ടിൽ പട്ടിയും പൂച്ചയും എല്ലാം ഉണ്ട്. അവർ രണ്ടുപേരും ഭയങ്കര മൃഗസ്നേഹികളാണ്. പക്ഷെ എനിക്ക് പട്ടീനെയും പൂച്ചേനെയും എല്ലാ ജീവികളെയും പേടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കില്ല. ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ജോസഫിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുകയാണ്. ലീ മെക്സിക്കോക്കാരനാട്ടോ. അവിടുന്ന് റെസ്ക്യൂ ചെയ്ത പട്ടിയാണ്. അപ്പം ഇനി ഇതിനെ ഒരാൾ അഡോപ്റ്റ് ചെയ്യുന്നോടം വരെ അതിനെ നോക്കുന്നത് മുഴുവൻ അർജുനാണ്. വേറൊരാൾ അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ടോ? ഇതാണ് ജേഡി, അർജുൻ്റെ വീട്ടിലെ പൂച്ച. ഈ വീട് മൊത്തം ജേഡിയുടെ സാമ്രാജ്യമായിരുന്നു. അതിലേക്ക് ലീ വന്നതിന്റെ വൈക്ലഭ്യമാണ് ജേഡി ഈ എത്തി നോക്കി തീർക്കുന്നത്. അങ്ങനെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഷിഫ്റ്റിന് പോവുകയാണ്. 7 മണിയായപ്പോഴാണ് ഞാൻ കയറിയത്. എനിക്ക് തോന്നിയത് രാവിലത്തെ ഷിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ നൈറ്റ് ഷിഫ്റ്റിന് പണി കുറവുണ്ട്. അതുകൊണ്ട് ബേസിക്കലി നമ്മളൊന്ന് യൂണിറ്റിന് ചുറ്റും നടക്കുക, തിരിച്ച് വന്നിരുന്ന് തിന്നുക. 1:30 ഒച്ച സംസാരിക്കാൻ പറ്റത്തില്ല. രാത്രി എനിക്ക് അങ്ങനെ അധികം പണിയൊന്നും ഉള്ളതില്ല, പക്ഷെ ഉറക്കം വരും. ഐ എം എ വെരി സ്ലീപ്പി ഗേൾ. ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഒരു 3-4 റൗണ്ടൊക്കെ നടന്നു. പിന്നെ അടുത്ത സ്നാക്ക് കഴിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് കുറേ സ്നാക്ക് എടുക്കണമെന്ന് പറഞ്ഞത്. ഇത് പീനട്ട് ബട്ടർ ഓവർനൈറ്റ് ഓട്സ് ആട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ എപ്പോഴും സ്നാക്കായിട്ട് കൊണ്ടുപോകുന്ന സാധനം ഇതാണ്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയതുകൊണ്ട് എനിക്ക് ബേസിക്കലി ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. 3 o'clock. ഐ ആം ഹംഗ്രി, ഐ ആം സ്ലീപ്പി. അത്രേ ഉള്ളൂ പ്രശ്നം, വേറെ കുഴപ്പമില്ല. ഇവിടെ എല്ലാവരും കൺവെൻഷനൊക്കെ പോയോ? ഓനോ. എന്നിവിടെ നഴ്സുമാരെല്ലാം ഫുഡ് കഴിക്കുന്ന ടൈമിൽ എന്നോട് ചോദിച്ചായിരുന്നു വിശക്കണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നന്നായിട്ട് ഫുഡ് കഴിച്ചത്. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശപ്പില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം 3 മണിയായിട്ടോ. 3 AM. നൈറ്റ് ഷിഫ്റ്റിൽ എനിക്ക് 2 hour ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ ടൊറൻറ്റോയുടെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി, ഈ നേരം വെളുക്കുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ 12 hour ഏറെക്കുറെ കഴിയാറാകുന്നു. നേരം വെളുത്തൊക്കെ വരുന്നുണ്ട്. ജോസ്പ് രാവിലെ എന്നെ കൂട്ടാൻ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും തിന്നാൻ മേടിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. 12 hour കഴിഞ്ഞു. Done, going home. Not bad. Oh. Hot chocolate. എങ്ങനെയുണ്ടായിരുന്നു? ഉറങ്ങിയോ? ഞാൻ കുറച്ച് നേരം ഉറങ്ങിയല്ലോ. രാത്രി 2 hour ബ്രേക്ക് കിട്ടും. ആണോ? രാവിലെ 1 hour അല്ലേ? പോകാം. എനിക്കും കൂടെയാ. അത്രയും നല്ല സുഖമുണ്ട്. നല്ല പേഷ്യൻ്റ് ആണെങ്കിൽ നല്ല സുഖമാണ്. ഒരു പണിയില്ലല്ലോ. ആകെ 10 മണിയാകുമ്പോൾ മെഡിക്കേഷൻ കൊടുക്കുക, പിന്നെ കിടന്ന് ഉറങ്ങുക. പേഷ്യൻസ് എല്ലാരും ഉറങ്ങൂലേ? അതായത് ജപ്പാൻ അല്ലേ? ഇതാ ഫ്ലൈറ്റ് ഇറ്റലി, മറ്റേ ജർമ്മനി, UK. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫ്ലാഗിന്റെ കളിയൊക്കെ കളിച്ച് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ മുഴുവൻ കുടിച്ച് തീർത്ത് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ ഒരു ന്യൂ ഡ്രൈവർ, അതും മാനുവൽ ഷിഫ്റ്റ്, ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പതുക്കെയാട്ടോ എത്തിയത്. ഇനിയിപ്പോൾ പോയി ഉറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബായ്.